നമസ്കാരം, സ്പീഡ് ന്യൂസിലേക്ക് സ്വാഗതം. KSRTC ഓർഡിനറി ബസ്സുകളിലെ സ്ത്രീകളുടെ സൗജന്യ യാത്ര ജൂൺ 15 മുതൽ. പ്രായവും വരുമാനവും ബാധകമല്ല. ട്രാൻസ്ജെൻഡറുകൾക്കും യാത്ര സൗജന്യം. ജില്ലയിൽ പനി ബാധിതരുടെ എണ്ണം കൂടുന്നു. സംസ്ഥാനത്ത് തന്നെ ഏറ്റവും കൂടുതൽ പനി ബാധിതരുള്ളത് തൃശൂർ, മലപ്പുറം ജില്ലകളിൽ. പ്രശസ്ത തമിഴ് സംവിധായകൻ ഭാരതി രാജ അന്തരിച്ചു. 84 വയസ്സായിരുന്നു. വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് ചികിത്സയിലായിരുന്നു. കേരള വിഷൻ കേബിളുകൾ കോർപ്പറേഷൻ അധികൃതർ മുറിച്ചു നശിപ്പിച്ചു. തൃശൂർ കുറുപ്പം റോഡിലെ കേരള വിഷൻ ഡിജിറ്റൽ ബ്രോഡ്ബാൻഡ്, പോലീസ് സുരക്ഷാ ക്യാമറ, സർക്കാർ ബാങ്കിംഗ് മേഖലയിലേക്കുള്ള ബ്രോഡ്ബാൻഡ് കണക്ഷൻ കേബിളുകളാണ് നശിപ്പിച്ചത്. തൃശൂർ കോർപ്പറേഷന്റെ ഒളരിക്കരയിലെ അമ്പാടിക്കുളത്തിന്റെ ചുറ്റുമതിലിനും സമീപത്തെ കോർപ്പറേഷൻ കെട്ടിടത്തിനും വീണ്ടും തകർച്ചാ ഭീഷണി. കരാറുകാരനും ഉദ്യോഗസ്ഥർക്കും വീഴ്ച പറ്റിയെന്ന് ഡെപ്യൂട്ടി മേയർ A. പ്രസാദ്. സംസ്ഥാനത്ത് ട്രോളിംഗ് നിരോധനം നിലവിൽ വന്നു. ജൂലൈ 31 വരെ 52 ദിവസമാണ് നിരോധനം. സംസ്ഥാനത്ത് മഴ മുന്നറിയിപ്പിൽ മാറ്റം. നാളെ തൃശൂർ ജില്ലയിൽ ഓറഞ്ച് അലർട്ട്. പോർക്കുളത്ത് തെങ്ങ് കടപുഴകി വീണ് ഓട്ടോറിക്ഷ തകർന്നു. ഡ്രൈവർ ഗണേശൻ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. യുണൈറ്റഡ് നഴ്സസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ തൃശൂർ ലേബർ ഓഫീസ് ഉപരോധത്തിനിടെയുണ്ടായ പോലീസ് ബലപ്രയോഗത്തിൽ പ്രതിഷേധിച്ച് UNA ജില്ലയിൽ സൂചനാ പണിമുടക്ക് നടത്തി. UNA സംസ്ഥാന പ്രസിഡന്റ് ഷോബി ജോസഫ്, സംസ്ഥാന സെക്രട്ടറി അജയ് വിശ്വംഭരൻ, ജില്ലാ പ്രസിഡന്റ് ടിൻഡു തോമസ്, ജില്ലാ സെക്രട്ടറി ലിജോ കുര്യൻ, സംസ്ഥാന സമിതി അംഗം നിതിൻ മൺ തുടങ്ങിയവർ നേതൃത്വം നൽകി. അഷ്ടമിച്ചിറ അണ്ണല്ലൂരിൽ 2 പേരെ തെരുവുനായ കടിച്ചു. അംഗപരിമിതനായ ഇളംകുറ്റിയിൽ വേലായുധൻ, മാപ്രാപ്പിള്ളി ചന്ദ്രൻ എന്നിവരെയാണ് തെരുവുനായ ആക്രമിച്ചത്. ഇരുവരും ചികിത്സ തേടി. ബെന്നറ്റ് റോഡിൽ സേക്രഡ് ഹാർട്ട് സ്കൂളിന് സമീപം പ്രവർത്തനം ആരംഭിച്ച രാജൻ പല്ലന്റെ MLA ഓഫീസ് മുൻ സ്പീക്കർ തേറമ്പിൽ രാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. UDF ജില്ലാ ചെയർമാൻ TV ചന്ദ്രമോഹൻ അധ്യക്ഷത വഹിച്ചു. ഇരുമ്പ് ഉൽപ്പന്നങ്ങളുടെ വില നിയന്ത്രിക്കുക, വെൽഡിംഗ് മേഖല സംരക്ഷിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള ഫാബ്രിക്കേഷൻ ആൻഡ് എഞ്ചിനീയറിംഗ് യൂണിറ്റ് അസോസിയേഷൻ കളക്ടറേറ്റ് ധർണ നടത്തി. അസോസിയേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ജിജോ ജോസ് ഉദ്ഘാടനം ചെയ്തു. നീറ്റ് പരീക്ഷാ ക്രമക്കേടിൽ പ്രതിഷേധിച്ച് SFI ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വടക്കാഞ്ചേരി പോസ്റ്റ് ഓഫീസിന് മുന്നിൽ ധർണ സംഘടിപ്പിച്ചു. SFI ജില്ലാ പ്രസിഡന്റ് അനസ് ജോസഫ് ഉദ്ഘാടനം ചെയ്തു. മണ്ണമ്പേട്ടയിൽ നിയന്ത്രണം വിട്ട പാൽവണ്ടി വീട്ടുമതിലേക്ക് ഇടിച്ചുകയറി. കല്ലറയ്ക്കൽ തോമസിന്റെ മതിലാണ് തകർന്നത്. ആർക്കും പരിക്കില്ല. വാടാനപ്പള്ളി തൃത്തല്ലൂർ കിഴക്കേ ടിപ്പു സുൽത്താൻ റോഡ് തകർന്നു. ദേശീയപാതയുടെ കരാർ ഏറ്റെടുത്തിരിക്കുന്ന കമ്പനി മണ്ണെടുത്തതിനെ തുടർന്നാണ് റോഡ് തകർന്നത്. SFI മണലൂർ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കേന്ദ്ര സർക്കാർ ഓഫീസിന് മുന്നിൽ പ്രതിഷേധ ധർണ നടത്തി. നീറ്റ് പരീക്ഷയുടെ ക്രമക്കേടുകൾ പരിഹരിക്കുക, കേന്ദ്ര വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി രാജിവെക്കുക തുടങ്ങിയ മുദ്രാവാക്യങ്ങൾ ഉയർത്തി രാജ്യവ്യാപകമായി സംഘടിപ്പിക്കുന്ന പ്രതിഷേധത്തിന്റെ ഭാഗമായാണ് ധർണ നടത്തിയത്. TK ചാത്തുണ്ണി മെമ്മോറിയൽ എമർജിംഗ് ഫുട്ബോളർ ഓഫ് ദി ഇയർ പുരസ്കാരം പത്തനംതിട്ട സ്വദേശിയും കേരള ടീം അംഗവുമായ ഷെറിൽ ഷാജി തോമസിന്. മേഴ്സി കോപ്സ് ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ വാർഷിക ദിനമായ ഓഗസ്റ്റ് 15 നടക്കുന്ന പൊതുസമ്മേളനത്തിൽ പുരസ്കാരം സമ്മാനിക്കും. DYFI ഓട്ടുപാറ യൂണിറ്റ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഠനോത്സവം സംഘടിപ്പിച്ചു. സേവ്യർ ചിറ്റിലപ്പള്ളി MLA ഉദ്ഘാടനം ചെയ്തു. ആനന്ദപുരം ശ്രീകൃഷ്ണ സ്കൂളിൽ ആയുർവേദ മെഡിക്കൽ അസോസിയേഷന്റെ പദ്ധതിയായ ആയുഷ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ വിദ്യാർത്ഥികൾക്കായി വ്യക്തിത്വ വികസന ക്ലാസ് പരമ്പര ആരംഭിച്ചു. ഡോക്ടർമാരായ തുഷാര ജോയ്, രവി മൂസ്, P. രാധാമണി തുടങ്ങിയവർ ക്ലാസുകൾക്ക് നേതൃത്വം നൽകി. കയ്പമംഗലം 5ാം വാർഡ് വികസന സമിതിയുടെ നേതൃത്വത്തിൽ സ്നേഹാദരം സംഘടിപ്പിച്ചു. KK വത്സരാജ് MLA ഉദ്ഘാടനം ചെയ്തു. പാവർട്ടി വിളക്കാട്ടുപാടം റെഡ് ആർമി ക്ലബ്ബ് വിദ്യാഭ്യാസ ആദരം നടത്തി. പ്രൊഫസർ C. രവീന്ദ്രനാഥ് MLA ആദരണ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ വൻ ഇടിവ്. 1 ഗ്രാമിന് 395 രൂപ കുറഞ്ഞ് 13,645 രൂപയും പവന് 3,160 രൂപ കുറഞ്ഞ് 1,09,620 രൂപയുമായി. കാലപ്പഴക്കം മൂലം ജീർണാവസ്ഥയിലായ അന്നകര കടാന്തോട് പാലം പുനർനിർമ്മിക്കാതെ കൈവരികളിൽ മാത്രം അറ്റകുറ്റപ്പണി നടത്തുന്നതിൽ വ്യാപക പ്രതിഷേധം. നിരവധി വാഹനങ്ങൾ നിത്യവും കടന്നുപോകുന്ന അമലനഗർ ചാവക്കാട് പാതയിലെ പ്രധാന പാലമാണിത്. ദേശീയപാതയിലെ ചാലക്കുടി കോടതി ജംഗ്ഷൻ അടിപ്പാതയിൽ ഗതാഗത സ്തംഭനം ഒഴിവാക്കുന്ന ഭേദഗതികൾ ഉടൻ ആരംഭിക്കും. ഇതിന്റെ ഭാഗമായി NHIA ഉദ്യോഗസ്ഥരും കരാർ കമ്പനി ജീവനക്കാരും സ്ഥലത്തെത്തി അളവെടുത്തു.
ലോകകപ്പ് ആവേശത്തിൽ ചന്ദ്രാപിന്നി ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികളും അധ്യാപകരും ഇഷ്ട ടീമുകളുടെയും താരങ്ങളുടെയും ജേഴ്സികൾ അണിഞ്ഞ് ആഘോഷ പരിപാടികൾ നടത്തി. കോഴിക്കോട് എയർപോർട്ട് SI സാന്റോ തട്ടിൽ ഉദ്ഘാടനം ചെയ്തു. KSRTCയിലെ സ്ത്രീകളുടെ സൗജന്യയാത്ര സ്വകാര്യ ബസ് മേഖലയെ കടുത്ത പ്രതിസന്ധിയിലാക്കുമെന്ന് ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ചൂണ്ടിക്കാട്ടി. സ്വകാര്യ ബസ് മേഖലയെ പൂർണ്ണമായും അവഗണിക്കുന്ന നിലപാടാണ് സർക്കാരിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായതെന്ന് അസോസിയേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി T. ഗോപിനാഥൻ. അടാട്ട് ഫാർമേഴ്സ് സഹകരണ ബാങ്കിൽ അഡ്മിനിസ്ട്രേറ്ററായിരിക്കെ നെല്ല് സംഭരണം നടത്തിയെന്ന് കൃത്രിമ രേഖയുണ്ടാക്കി കോടികൾ തട്ടിയ P. രാമചന്ദ്രനെ തൃശൂർ ജില്ലാ സഹകരണ ജോയിന്റ് രജിസ്ട്രാറായി നിയമിക്കാൻ വീണ്ടും ശ്രമം നടക്കുന്നതായി ആരോപണം. സംഭരിച്ച നെല്ലിന് പണം നൽകാനെന്ന വ്യാജേന അടാട്ട് ഫാർമേഴ്സ് ബാങ്കിൽ നിന്നും 6 കോടിയിൽ പരം രൂപ നെല്ല് സംഭരണ സംഘത്തിന് നൽകിയെന്ന് രേഖയുണ്ടാക്കിയാണ് തട്ടിപ്പ് നടത്തിയതെന്ന് പൊതുപ്രവർത്തകൻ സന്തോഷ് ചിറ്റിലപ്പള്ളി ആരോപിച്ചു. തോളൂരിൽ പാലം തകർന്ന് വാഹനഗതാഗതം തടസ്സപ്പെട്ടു. തോളൂർ മെയിൻ റോഡിലെ പാലം പണി കാരണം സമാന്തര പാതയായി ഉപയോഗിച്ചിരുന്ന കരുവാൻപടി വഴിയിൽ ശേഖവൻകാവ് റോഡിന് കുറുകെയുള്ള തോടിന് മുകളിലെ പാലത്തിലാണ് വലിയ ഗർത്തം രൂപപ്പെട്ടത്. നട്ടലിൽ കുത്തേറ്റ രോഗിയെ തൃശൂർ മെഡിക്കൽ കോളേജിൽ അടിയന്തര ശസ്ത്രക്രിയയിലൂടെ രക്ഷപ്പെടുത്തി. കഴിഞ്ഞ ദിവസം രാത്രിയാണ് നട്ടലിൽ കുത്തേറ്റ നിലയിൽ 29 വയസ്സുള്ള യുവാവിനെ തൃശൂർ മെഡിക്കൽ കോളേജിലെ അത്യാഹിത വിഭാഗത്തിൽ എത്തിച്ചത്. ചേലക്കര വെങ്ങാനല്ലൂരിൽ ടോറസ് ലോറിയും സ്കൂട്ടറും കൂട്ടിയിടിച്ച് 2 യുവാക്കൾക്ക് പരിക്കേറ്റു. വെങ്ങാനല്ലൂർ സ്വദേശികളായ ഷംസു, ജെയ്സൺ എന്നിവർക്കാണ് പരിക്കേറ്റത്. MG സർവകലാശാലയിലെ VC നിയമന വിവാദത്തിൽ മുഖ്യമന്ത്രിക്ക് മറുപടിയുമായി മുൻ മന്ത്രി R. ബിന്ദു. ഇപ്പോൾ നടക്കുന്ന നോമിനേഷൻ കഴിഞ്ഞ സർക്കാരിന്റെ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണെന്ന് പറയുന്നത് അർത്ഥശൂന്യമാണെന്ന് മുൻ മന്ത്രി പറഞ്ഞു. വരവൂർ തളി നടുവട്ടത്തുള്ള അറവുമാംസ മാലിന്യ സംസ്കരണ പ്ലാന്റിന്റെ പ്രവർത്തനം നിർത്തിവെക്കണമെന്ന് UDF. പ്ലാന്റിന് അനുമതി നൽകിയ LDF പഞ്ചായത്ത് ഭരണസമിതിയും സ്ഥലം MLAയും ജനങ്ങളെ കബളിപ്പിക്കുകയാണെന്ന് UDF നേതാക്കൾ ആരോപിച്ചു. അന്തിക്കാട് മാവേലി സൂപ്പർ മാർക്കറ്റിന് മുൻപിലെ പഞ്ചായത്ത് റോഡിൽ വെള്ളക്കെട്ട് രൂക്ഷമായി. പഞ്ചായത്ത് ഓഫീസ്, വില്ലേജ് ഓഫീസ്, എക്സൈസ് ഓഫീസ്, വെറ്റിനറി ആശുപത്രി തുടങ്ങിയ സ്ഥാപനങ്ങളിലേക്ക് അന്തിക്കാട് സെന്ററിൽ നിന്നുള്ള എളുപ്പവഴിയാണ് വെള്ളക്കെട്ടിലായത്. SSF കേരളയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന സ്റ്റുഡൻസ് ഇസ്ലാമിക് സെൻസോറിയം നാളെ ചെറുതുരുത്തിയിൽ നടക്കും. സംസ്ഥാന ജനറൽ സെക്രട്ടറി കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ ഉദ്ഘാടനം നിർവഹിക്കും. MLA എഡ്യൂക്കേഷൻ എക്സലൻസ് അവാർഡ് ഇരിങ്ങാലക്കുട നിയോജകമണ്ഡല ഉദ്ഘാടനം നടന്നു. നിയോജകമണ്ഡല അവാർഡ് ദാന ഉദ്ഘാടനം ഇരിങ്ങാലക്കുട നടവരമ്പ് ഹയർ സെക്കൻഡറി സ്കൂളിൽ തോമസ് ഉണ്ണിയാടൻ MLA നിർവഹിച്ചു. കിണറ്റിൽ വീണ പോത്തിനെ അഗ്നിരക്ഷാസേന രക്ഷപ്പെടുത്തി. കുറുക്കൻപാറ ചൈതന്യ സ്കൂളിന് സമീപം കഴിഞ്ഞ ദിവസം രാത്രിയാണ് പോത്ത് കിണറ്റിൽ വീണത്. ഇതോടെ സ്പീഡ് ന്യൂസ് സമാപിച്ചു. നമസ്കാരം.